ചിത്രത്തിൽ കാണുന്നത് ചെറുകുടലിൻ്റെ ഒരു ഭാഗമാണ്. ആ ചെറുകുടൽ തുറന്നിട്ട് അതിൻ്റെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. ഇതൊക്കെ വിരകളാണ്. സ്കാനസ് ലംബ്രിഗോയിഡ്സ് എന്ന് പറയുന്ന റൗണ്ട് വേംസ് ആണിത്. ഈ ഒരു പേഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് ഉണ്ടായിട്ട് ഒരു ബോൾസ് ഓഫ് വേംസ്, ഒരു കൂട്ടം വേംസ് ഉണ്ടായിട്ട് ആ ചെറുകുടലിനെ ബ്ലോക്ക് ചെയ്തു, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമുക്കത് സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഇത് സാധാരണഗതിയിൽ ഇത്രയും രൂക്ഷമായിട്ട് പലർക്കും വരാറില്ല. ഇത് വളരെ കോമൺ ആയിട്ട് ലോകമെമ്പാടും വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു പാരസൈറ്റിക് ഡിസീസാണ്, ഒരു പാരസൈറ്റിക് വേമാണ് എസ്കാരസ് ലംബ്രിഗോയിഡ്സ്. മിക്ക ആൾക്കാർക്കും മൈൽഡറായിട്ട് ചെറിയ രീതിയിലാണ് വന്നു പോകുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ശുചിത്വമില്ലാത്ത വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള സിനാരിയോസിലാണ് നമുക്ക് വരിക. അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാതിരിക്കുക, മീൻസ് വൃത്തിയില്ലാത്ത വെള്ളമാണെങ്കിൽ, നല്ല വൃത്തിയുള്ള വെള്ളമാണെങ്കിൽ പ്രശ്നമല്ല. ഇതിൻ്റെ മുട്ടകൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന അത്രയും ചെറിയ മൈക്രോസ്കോപ്പിക് മുട്ടകളുണ്ട്. അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ചിലപ്പോൾ ഈ മണ്ണ് വാരി ചില കുട്ടികളെ കഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തുണ്ടാവും, ഈ വൃത്തിഹീനമായ വെള്ളത്തിലും ഭക്ഷണത്തിലും മണ്ണിലൊക്കെ ഇതിൻ്റെ മുട്ടകളുണ്ടാവും. ഈ മുട്ടകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന മുട്ടകളല്ല, മൈക്രോസ്കോപ്പിക് മുട്ടകളാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് വിരിഞ്ഞിട്ട് ലാർവയായിട്ട് ഈ ലാർവ നമ്മുടെ രക്തക്കുഴലിലൂടെ പോയിട്ട് നമ്മുടെ ലങ്സിൽ പോവും, ശ്വാസകോശത്തിൽ പോവും. ശ്വാസകോശത്തിൽ പോയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ ചുമച്ച് തുപ്പും. ചിലപ്പോൾ ചുമച്ച് തുപ്പാണ്ട് ചിലപ്പോൾ നമ്മളത് ചുമച്ച് വിഴുങ്ങിയാൽ എന്താ സംഭവിക്കുക, അവൻ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും പോവും. അവിടെ പോയിട്ട് ഇത് വലിയ വിരകളായിട്ട് മാറാം. വലിയ വിരകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതാവുന്ന വിരകൾക്ക് ഏകദേശം 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളം വരാം. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ബോൾസ് ഓഫ് വേംസ് ഇങ്ങനെ കൂട്ടമൊക്കെ ആയാൽ നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, അതായത് അത് അവിടെ ഒരു ബ്ലോക്ക് ആക്കുക, നമ്മുടെ കുടലിനെ ബ്ലോക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ മിക്ക ആൾക്കാർക്കും ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ, ചെറിയ രീതിയിൽ ഈ വേംസ് ഉണ്ടാകുമ്പോൾ വലിയ സിംറ്റം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് തന്നെ അറിയണം എന്നില്ല ഇത് നമ്മുടെ ഉള്ളിൽ വേം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയണം എന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല വൃത്തിയായിട്ട് കഴിക്കുക. മണ്ണൊക്കെ വാരി കഴിക്കുന്ന മീൻസ് ചെറിയ കുട്ടികളെ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ വെള്ളമൊക്കെ ചൂടാക്കി അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ മാത്രം കുടിക്കുക. പിന്നെന്താ ചെയ്യാൻ പറ്റുക, പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഡീവാമിങ് ചെയ്യാറുണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇത് വന്നു പോയാൽ തന്നെ ഇങ്ങനെ ഇത്രയും സീരിയസ് ആവുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് മരുന്ന് കഴിച്ചാൽ, ഈ പാരസൈറ്റിൻ്റെ എഗെയിൻസ്റ്റുള്ള മരുന്ന് കഴിച്ചാൽ അത് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് അസ്കാരസ് ലംബ്രിഗോയിഡ്സ് എന്നുള്ള റൗണ്ട് വേംസ്. യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.